നമുക്കിന്നേ കുറച്ച് ആവോലി മീൻ തേങ്ങാപ്പാൽ ഒഴിച്ചങ്ങ് കറി വെച്ചാലോ? വായോ. ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഉലുവ ഇട്ട് കൊടുക്കാവേ. അത് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കറിവേപ്പിലയും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകോ കാന്താരി ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവേ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞ് തന്നെ ഇടണമെന്നില്ല കേട്ടോ, ഞാൻ അരിഞ്ഞ് എടുത്തതേ ഉള്ളൂ. നമുക്ക് ചതച്ചിട്ടാലും നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ടിട്ട് പൊടി നന്നായിട്ട് മൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ച തേങ്ങാപ്പാലിനെ കുറച്ച് ഈ പൊടിയിലോട്ട് ഒഴിച്ചിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂത്ത് കഴിഞ്ഞിട്ട് ബാക്കി തേങ്ങാപ്പാലും കുറച്ച് വെള്ളവും കൂടെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങയാണ് ഞാൻ പുളിക്ക് പകരം ഇട്ട്. അതിന് പകരം കുടംപുളി ഇട്ടാലും മതിയേ. അതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇടാവുള്ളേ, അല്ലെങ്കിൽ കഴിക്കുവേ. അത് കഴിഞ്ഞ് ഒന്നും കൂടെ പറ്റി കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാവേ. അത് കഴിഞ്ഞ് ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴാണ് കുറച്ച് പച്ചമുളക് ഞാൻ പൊക്കത്തിൽ അല്ലെങ്കിൽ കാന്താരിയോ എന്തെങ്കിലും പൊക്കത്തിൽ ഇങ്ങനെ കീറിയിട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഇട്ടുവാണെങ്കിൽ. പിന്നെ വേവ് കുറവാണേ. വെന്ത് കഴിഞ്ഞിട്ടേ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് നേരം കൂടെ മൂടി വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ, വേഗം കേടായി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ മീൻ മുളകിൽ വയ്ക്കുന്നതല്ല, തേങ്ങയിലോ തേങ്ങാപ്പാലിലോ വയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.